ശ്രീ കെ എം ആന്റണി, ഇതിപ്പോൾ യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമോ? തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികളെ കേരള പോലീസ് കണ്ടെത്തും. കാരണം അതിന് 100% ഉറപ്പുണ്ട്. കാരണം അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. അതിന് യാതൊരു വീഴ്ചയും വരില്ല. കാരണം നമുക്കറിയാം പല കാരണങ്ങളുണ്ട്. ഒരു 2 ദിവസം കൊണ്ടൊരു കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതിലെ പൂർണ്ണമായ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ ഒന്നും ചിലപ്പോൾ സാധിച്ചെന്നിരിക്കില്ല. കാരണം നമ്മളറിയാത്ത ചില സാഹചര്യങ്ങളും അറിയാത്ത വ്യക്തികളും അല്ലെ ഇതുവരെ പിക്ചറിൽ വരാത്ത ആളുകളും ഒക്കെ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവാം, അല്ലെ കാരണങ്ങൾ കാണും. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം, കുറച്ചുകൂടെ വിശാലമായ അന്വേഷണം പോലീസ് നടത്തുമ്പോഴാണ് എന്തുകൊണ്ടാണ് അമ്മാവനായിട്ടുള്ള ഈ വ്യക്തി ആ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്നുള്ളത്. ഇപ്പോൾ ആ കുട്ടിയുടെ DNA പരിശോധന ഉൾപ്പെടെയുള്ളത് നടത്തിയുള്ള ഒരു അന്വേഷണമൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്. എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും മനസ്സിലാക്കി അന്വേഷിച്ച് പോകണം. കാരണം ഈ സംഭവങ്ങളിൽ അല്ലെ ഈ വ്യക്തികൾ അല്ലെ ആങ്ങള പെങ്ങൾ എന്നുള്ള അതിനെ സംബന്ധിച്ചൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ളതല്ല. സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. അതെ, ശ്രീ കെ എം സുനിൽ, ഇതിലിപ്പോൾ ആ കുഞ്ഞിന് നീതി നടപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതിലൊരു സത്യം പുറത്തു കൊണ്ടുവരുന്നത് വരെ അതിനുവേണ്ടി ഒരു നിലപാടെടുക്കും നാട്ടുകാർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടുകാരെല്ലാം ഇതിനെ കുറ്റക്കാരനെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇന്നലെ പോലീസ് നല്ല ഉണർന്ന് പ്രവർത്തിച്ചു, ഞങ്ങൾക്ക് അഭിമാനം തോന്നി. എന്നാൽ ഇന്ന് കാണുന്നതനുസരിച്ച് ഇന്നും പോലീസ് മോശമെന്നല്ല പറഞ്ഞത്, പക്ഷേ പ്രതി കുറ്റം സമ്മതിക്കുന്നില്ല. പ്രതി സമ്മതിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും കുറ്റം ചെയ്ത പ്രതി പോലീസിനെ കണ്ട ഉടനെ ചിരിച്ചുകൊണ്ട് ഞാൻ ആ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞൊരു കീഴ്വഴക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസ് ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോയി പ്രതിയിൽ നിന്ന് ആ കുറ്റവാളി ആരാണെന്ന് ശരിക്ക് കണ്ടെത്താനുള്ള ഒരു അതിൻ്റെ നിയമവഴികൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഹരികുമാറിൽ ഒതുക്കി കേസന്വേഷണം പൂർത്തിയാക്കുന്നതിലേക്ക് പോയാൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോഴും കരുതുന്നു പ്രതി യഥാർത്ഥ കുറ്റവാളി ശ്രീതു തന്നെയാണ്, അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ട് ആ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു നിജസ്ഥിതിയിലേക്ക് പോലീസ് വരുന്നില്ല, ഹരികുമാറിൽ മാത്രം പിടിച്ചു നിൽക്കുന്നു? ഞങ്ങൾക്കത് ഹരികുമാറിനെ നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്നിബാധ അടക്കമുള്ള കാര്യങ്ങൾ ഇതൊരാളിന് ചെയ്യാൻ കഴിയുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ്? ഇത് സ്വയം അയാൾ ഏറ്റതുകൊണ്ട് വിഷയം തീരുന്നില്ല. ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം, ഈ കുഞ്ഞെന്ത് പിഴച്ചു, ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം ആധികാരികമായി നാട്ടുകാർക്ക് അറിയാൻ അതീവ താല്പര്യമുണ്ട്. അത് പോലീസ് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ അങ്ങനെ പ്രത്യേകിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ കെ എം സുനിൽ, ശ്രീ കെ എം ആന്റണി, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.